أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 48 മുതൽ 54 വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ വഇൻ മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്ത്. നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മനുഷ്യന് മടുപ്പ് തോന്നുകയില്ല. തിന്മ അവനെ ബാധിച്ചാലോ അവൻ നിരാശയടഞ്ഞവനും അതുപോലെ ആശയറ്റവനുമായി തീരുന്നു. ഈ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നൊരു കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആരോഗ്യം, ധനം, അതുപോലെ തന്നെ അധികാരം, പ്രതാപം, ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ എത്ര കിട്ടിയാലും വീണ്ടും അതിൻ്റെ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. എന്നാൽ അത്തരം സംഗതികൾ നഷ്ടപ്പെട്ടാലോ അവന് ആശയറ്റ് പോകുന്നു, അങ്ങനെ നിരാശനായി മാറുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല, അവൻ നിരാശനാകാനായിട്ട് പാടുള്ളതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം തിർമിദി തൻ്റെ സുനനിൽ 3382 നമ്പറായി കൊടുക്കുന്നൊരു വചനം, നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സർറഹു അൻ യസ്തജീബല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ കർബി ഫൽയുക്സിരി ദുആ ഫിർറഖാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു ഒരു വ്യക്തിക്ക് ആപത്തുകളും ദുരന്തങ്ങളും ഉണ്ടാകുന്ന വേളയിൽ അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ആരെങ്കിലും അത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഫൽ യുക്സിരി ദുആ ഫിർറഖാ, സമ്പന്നതയിൽ സുഭിക്ഷത ഉണ്ടാകുന്ന വേളയിൽ, സന്തോഷത്തിൻ്റെ വേളയിൽ അവൻ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നിരാശനാകുക എന്നുള്ളതൊരു വിശ്വാസിക്കൊരിക്കലും ചേർന്നതല്ല, അത് അവിശ്വാസിയുടെയും സത്യനിഷേധിയുടെയും സ്വഭാവമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത വചനം, വല ഇൻ അദഖനാഹു റഹ്മതം മിന്നാ മിൻ ബഅദി ളർറാഅ മസ്സതുഹു ലയഖൂലന്ന ഹാദാ ലീ വമാ അളുന്നു സ്സാഅത ഖായിമാ വലഇൻ റുജിഅതു ഇലാ റബ്ബി ഇന്ന ലീ ഇൻദഹു ലൽ ഹുസ്നാ ഫലനുനബ്ബിഅന്ന അല്ലദീന കഫറൂ ബിമാ അമിലൂ വലനുദീഖന്നഹും മിൻ അദാബിൻ ഗലീൽ. അവന് കഷ്ടത ഉണ്ടായതിനു ശേഷം നമ്മുടെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത്, കരുണ നാം അവന് അനുഭവിപ്പിച്ചാൽ തീർച്ചയായും അവൻ പറയും, ഇത് എനിക്ക് അർഹതപ്പെട്ടതാണ്. അന്ത്യസമയം നിലവിൽ വരുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഇനി എൻ്റെ രക്ഷിതാവിങ്കിലേക്ക് ഞാൻ തിരിച്ചയക്കപ്പെടുകയാണെങ്കിലോ എനിക്കവൻ്റെ അടുക്കൽ തീർച്ചയായും ഏറ്റവും മെച്ചപ്പെട്ട നില തന്നെയാണ് ഉണ്ടായിരിക്കുക. എന്നാൽ അവിശ്വാസികൾക്ക് അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി നാം വാർത്ത അറിയിക്കുകയും കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവർക്ക് അനുഭവിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്, ചില ആളുകൾ ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെയും അതുപോലെ ആഖിറത്തിനെയും ഒക്കെ മറന്നു കളയും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വല്ല കാരുണ്യം അവന് ബാധിപ്പിച്ചാൽ, അതായത്
ജീവിതത്തിൽ പല നന്മകളുണ്ടാകുക, ആരോഗ്യം ഉണ്ടാകുക, ഐശ്വര്യം ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ നില എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അതാണ് ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അവന് പറയും, ഇത് എനിക്ക് ഹാദാലി, എനിക്ക് അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണെന്ന് പറയും. എന്നാൽ അവന് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലോ, അപ്പോൾ അവൻ്റെ ആ നില വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. അവന് പരലോകത്തെ സംബന്ധിച്ച് ഒരു ഉറച്ച വിശ്വാസമില്ല. അതാണ് അലുന്നുസാഅത ഖായിമതൻ, അതായത് ഈ അവിശ്വാസിയായിട്ടുള്ള വ്യക്തി ലസ്തു അലാ യഖീനിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെ അങ്ങനെ ഒരു ദിവസമുണ്ടാകുമെന്നുള്ള വിശ്വാസം അവന് ഇല്ല. ഇനി അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുണ്ടായാലോ അവിടെ അള്ളാഹു എനിക്ക് ഏറ്റവും നല്ലത് ഹുസ്ന എന്ന് പറഞ്ഞാൽ ഐ അൽ ജന്ന, സ്വർഗം എനിക്ക് കിട്ടുന്ന, അതായത് അഅതാനി ഫി ദുനിയ സയുഅതീനി ഫിൽ ആഖിറ, ദുനിയാവിൽ അള്ളാഹു തആല എനിക്ക് നൽകി, അതുപോലെ ആഖിറത്തിലും എനിക്ക് നൽകും എന്നാണ് ഇമാം ഇബ്നു കതീർ റഹ്മഹുല്ലാഹ് ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, എനിക്ക് അവൻ്റെ അടുക്കൽ ഏറ്റവും നന്മയുള്ളതുണ്ടാകും എന്നുള്ളതിന് അർത്ഥം നൽകിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫലനുനബ്ബി അല്ലദീന കഫറു ബിമാ അമിലു, അവിശ്വാസികൾ പ്രവർത്തിച്ചതിന് അവർക്ക് അർഹമായത് വാർത്തയായിട്ട് വൃത്താന്തമായിട്ട് നൽകും എന്നുള്ളതാണ്. അതായത് അവരെ കഠിനമായിട്ടുള്ള വേദനയേറിയിട്ടുള്ള ശിക്ഷ നൽകിക്കൊണ്ട് അവരെ ശിക്ഷിക്കും. അടുത്ത വചനം, വൈദാ അൻഅംനാ അലൽ ഇൻസാൻ അഅറള വനആ ബിജാനിബിഹി വൈദാ മസ്സഹു ശർറു ഫദൂ ദുആഇൻ അരീൽ, നാം മനുഷ്യന് അനുഗ്രഹം ചെയ്താൽ അവനതാ പിന്തിരിഞ്ഞ് കളയുകയും അവന് മാറിപ്പോകുകയും ചെയ്യുന്നു. അവന് ദോഷം ബാധിച്ചാലോ അവനതാ വിശാലമായിട്ട് ദുആ ചെയ്യുന്നവനായിത്തീരുന്നു. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവനെന്ത് ചെയ്യുന്നു? അതിന് നന്ദി കാണിക്കാതെ നന്ദികേടായിട്ട് അഅറള, അവൻ പിന്തിരിയും. വനആബിജാനബി, തൻ്റെ പാർശ്വം കൊണ്ട് അകലും എന്നാണ്. അതായത് അവനെന്ത് ചെയ്യും? അഅറള അനി ത്വാ, പിന്തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യൂല, റബ്ബിന് നന്ദി ചെയ്യൂല, ആരാധനാകർമ്മങ്ങൾ ചെയ്യൂല. വസ്തക്ബറ, അവൻ അഹങ്കരിക്കും. എന്തിൽ നിന്ന്? അള്ളാഹുവിനോട് വിനയപ്പെട്ട് വിനയാന്വിതനായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവൻ അഹങ്കരിച്ചു കൊണ്ടുപോകും. അതാണ് സൂറത്തു ദാരിയാത്ത് 39 പറയുന്നത്, ഫതവല്ലാ ബിറുക്നിഹി, അവൻ പിന്തിരിഞ്ഞു പോകും. ഇനിയോ വൈദാ മസ്സഹു ശർറു, അവന് ദോഷം ബാധിച്ചാലോ, ദോഷം എന്ന് പറഞ്ഞാൽ ഐ അഷിദ്ധ, വലിയ ആപത്തുകൾ, പ്രയാസങ്ങൾ, കഠിനമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പം എന്ത് ചെയ്യുന്നു? അവന് ഫദൂ ദുആഇൻ അരീൽ, വിശാലമായിട്ട് പ്രാർത്ഥിക്കുന്ന. ഈ അരീൽ എന്നുള്ള വാക്കുണ്ടല്ലോ, അത് അറബികൾ അരീൽ എന്നുള്ളത് വിശാലമായിട്ട് എന്നുള്ള ഒരു അർത്ഥത്തിന് ആണ് അവർ പ്രയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ്റെ സൂറ യൂനുസ് 12 അല്ലാഹു തആല പറയുന്നൊരു കാര്യമുണ്ട്, വഇദാ മസ്സൽ ഇൻസാനൽ ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമൻ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർജിൻ മസ്സഹു, അതായത് മനുഷ്യന് ദോഷം ബാധിച്ചാൽ അവന് ബിജംബിഹി എന്ന ലിജംബിഹി, കടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ നിന്നിട്ടോ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നു കഷ്ടത ബാധിക്കുമ്പോഴേ. എന്നാൽ അങ്ങനെ അവനിൽ നിന്ന് നാം കഷ്ടത നീക്കിക്കൊടുത്താലോ അവന് ഒരു കഷ്ടതയും ബാധിച്ചിട്ടില്ലാത്ത വിധത്തിൽ, അങ്ങനെ ബാധിച്ച ഘട്ടത്തിൽ നമ്മോട് ദുആ ചെയ്തിട്ടേയില്ല, പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന ഒരു ഭാവേന അവൻ പോകുന്നു എന്നാണ്. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ, അപ്രകാരം അതിര് കവിഞ്ഞ ജനത അങ്ങനെ പ്രവർത്തിക്കുന്നത് അവർക്ക് അലങ്കാരമാക്കിയിട്ട് മാറിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ സൂറ 10-ാം അധ്യായം സൂറ യൂനുസിൻ്റെ 12-ാമത്തെ വചനത്തിൽ പറയുന്നത്. അടുത്ത വചനം, ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി സുമ്മ കഫർതും ബിഹി മൻ അളല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, പ്രവാചകരെ പറയുക, നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ
ഇത് അഥവാ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാകുകയും എന്നിട്ട് നിങ്ങളതിൽ അവിശ്വസിച്ചിരിക്കുകയുമാണെങ്കിൽ കടുത്ത മാത്സര്യത്തിൽ കഴിയുന്നവനേക്കാളും കൂടുതൽ പിഴച്ചു പോയവനാരുണ്ട് എന്നാണ്. കുൽ പറയുക, അറഅയ്തും മിൻ കാൻ, അത് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നാ. അതായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നെങ്കിൽ മിൻ ഇൻദില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എങ്കിൽ, എന്നിട്ടോ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും വലിയ ദുർമാർഗികളല്ലേ നിങ്ങൾ? അതാണ് മൻ അവല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, വിദൂരമായിട്ടുള്ള കക്ഷിമാത്സര്യത്തിൽ കഴിയുന്നവനേക്കാൾ ഏറ്റവും ദുർമാർഗി ആരുണ്ട്? അതായത് ഫല അഹദുൻ അവല്ല മിൻകും, നിങ്ങളെക്കാൾ വഴിപിഴച്ചവൻ ദുർമാർഗം കെട്ടവൻ വേറെ ആരുമില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥം അതിൽ വിശ്വസിച്ച് അതിൻ്റെ തത്വങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ കഴിയാത്തവർ ഏറ്റവും ദുർമാർഗിയാണെന്നർത്ഥം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇത് സത്യമാണെന്നവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിൻ്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായില്ലേ എന്നാണ്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഈ ചക്രവാളങ്ങളിൽ അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ വിവിധ ദിക്കുകളിൽ കാണിച്ചു കൊടുക്കുന്ന എന്ന് മാത്രമല്ല, വഫി അൻഫുസിഹിം, അവരുടെ ദേഹങ്ങളിലും ഒട്ടേറെ അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കഴിവും സർവശക്തിയുമൊക്കെ മനസ്സിലാക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെയുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവൻ്റെ മസ്തിഷ്കത്തെ സംബന്ധിച്ചും ഹൃദയത്തെ സംബന്ധിച്ചും ഒക്കെ അവൻ്റെ ദേഹത്തിൻ്റെ ഘടനയെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ഓരോ ചിന്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റേത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കുദറത്ത് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, വിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായും അത് സത്യമാണ് എന്ന് വ്യക്തമാകുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്, അതുപോലെ അള്ളാഹു ഹക്കായിട്ടുള്ളവനാണ് എന്ന് വ്യക്തമാകുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ആണ് അവന് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ദീനുൽ ഇസ്ലാം, ഇസ്ലാം സത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ യഥേഷ്ടമുണ്ട്. ഫിൽ ആഫാഖ് എന്ന് പറഞ്ഞാൽ അതിന് ഇമാം ഇബ്നു കസീർ നൽകിയിട്ടുള്ള അർത്ഥം യഅനി അഖ്താറു السماء والأرض من الشمس والقمر والنجوم والنبات والأشجار والأنهار, ആകാശഭൂമികൾ ഉൾപ്പെടെയുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സസ്യലതാദികളും വൃക്ഷങ്ങളും അതുപോലെ ആറുകളും ഉൾപ്പെടുന്ന ഈ അണ്ടകടാഹങ്ങൾ ഉൾപ്പെടെ അതിലൊക്കെ അള്ളാഹുവിൻ്റെ യഥേഷ്ടം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ഒരു ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള രൂപകൽപ്പന, അതിൻ്റെ വ്യവസ്ഥകൾ, അതൊക്കെ അള്ളാഹുവിൻ്റെ ആ കുദ്റത്തിനെ അറിയിക്കുന്നു എന്നാണ്. എന്നിട്ട് ചോദിക്കാണ്, അവലം യക്ഫി ബി റബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നിൻ്റെ റബ്ബിൻ്റെ സാക്ഷ്യം തന്നെ അവർക്ക് മതിയായതല്ലേ എന്നാണ്. അതായത് അവലം യക്ഫി ബി റബ്ബിക ഷാഹിദൻ അന്നൽ ഖുർആന മിൻ ഇൻദില്ലാഹി തആല, അള്ളാൻ്റെ അടുക്കൽ നിന്നാണ് ഖുർആൻ എന്നുള്ളതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷി നിനക്ക് പോരേ എന്നാണ് അവരോട് ചോദിക്കുന്നത്, ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അവർ ഈ ഖുർആൻ നിഷേധിക്കുന്നത്? ഖുർആൻ സത്യമാണ് എന്ന് അറേബ്യൻ സാഹിത്യത്തിൽ അങ്ങേറ്റം അവഗാഹം നേടിയിട്ടുള്ള വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള ആളുകൾ അംഗീകരിച്ചിരുന്നു. പക്ഷേ അതവർ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തീർച്ചയായും മുഹമ്മദ് നബിയോടുള്ള അസൂയ കൊണ്ട്, ശത്രുത കൊണ്ട് ഒക്കെ ആയിരുന്നു അവർ അത് നിഷേധിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും.
എന്നിട്ട് അല്ലാഹു തആല പറയാണ് അലാ ഇന്നഹും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്. ഓർക്കുക, തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി സംശയത്തിലാണ്. ഓർക്കുക, തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാകുന്നു. ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അലാ ഇന്ന ഹഉലാഇൽ കാഫിരീന ഫീ ശക്കിൻ അളീം. ഈ അവിശ്വാസികൾ വമ്പിച്ച സംശയത്തിലാണ്. എന്തിനെക്കുറിച്ച് ആ സംശയം? മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ, സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് അവർക്ക് സംശയം. എന്നാൽ അറിയണം, എന്തറിയണം? അല്ലാഹു തആല അവൻ അല്ലാഹു ജല്ല വഅല ബികുല്ലി ഷൈഇൻ മുഹീത്തുൻ ഇൽമൻ വഖുദ്റതൻ വഇസ്സതൻ. അല്ലാഹുവിൻ്റെ അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട്, പ്രതാപം കൊണ്ട് എല്ലാ സംഗതികളെയും അവൻ വലയം ചെയ്തിരിക്കുന്നു. അതായത് എല്ലാറ്റിനെ സംബന്ധിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു. അവന് ഒന്നും തന്നെ ഗോപ്യമാവുകയില്ല. ആകാശങ്ങളിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ എല്ലാം അവൻ സസൂക്ഷ്മമായി അറിയുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ അവനെ മനസ്സിലാക്കി നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരലോകത്ത് നിഷേധിക്കുന്ന ആളുകൾ, ആ ആളുകൾ നിങ്ങൾ നോക്കൂ, പലപ്പോഴും അവർക്ക് അപകടങ്ങൾ വരുമ്പോൾ പോലും ആ ദൈവത്തെ നിഷേധിക്കുമെങ്കിലും അപകടം വരുമ്പോൾ അവർ ദൈവത്തെ അംഗീകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു യുക്തിവാദിയെ ആരെങ്കിലും ദ്രോഹിച്ചു എന്ന് കരുതുക, ആ ദ്രോഹിച്ചവന് മതിയായിട്ടുള്ള ശിക്ഷ കിട്ടാതെ പോവുക എന്ന് സങ്കല്പിക്കുക. അപ്പോൾ തന്നോട് എനിക്ക് അർഹമായിട്ടുള്ള നീതി കിട്ടിയിട്ടില്ല എന്ന് അവൻ മനസ്സിലാക്കുകയും ഒരു നീതിയുടെ ലോകം ആവശ്യമാണ് എന്ന് അവൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തേക്കാം. നീതിയുടെ ലോകം എന്ന് പറയുന്നത് എന്താ? അതാണ് പരലോകം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പരലോകത്തിൽ വിശ്വാസം വേണം. അതാണ് യുക്തി പറയുന്നത്, അതാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. അള്ളാഹുവിൻ്റെ കഴിവും അറിവും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.